ലാൽ സലാം മോഹൻലാൽ നായകനായി എത്തിയ ബറോസിൻ്റെ ആദ്യ പ്രദർശനം കഴിയുമ്പോൾ എങ്ങനെയാണ് പ്രേക്ഷകരിൽ നിന്നുള്ള പ്രതികരണമെന്ന് നോക്കാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ ചെയ്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സിനിമ ഒരു ഫാൻ എലിമെൻറ്റൂടെ കാണാനാണെങ്കിൽ നിങ്ങൾ അതിന് നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഇത് ഫാൻ ബേസ്ഡ് മൂവി അല്ല എന്നുള്ളത് തന്നെയാണ് ആദ്യം പറയാനുള്ളത്. സിനിമയുടെ ആദ്യ ഹാഫ് മികച്ചു തന്നെ നിൽക്കുന്നു. കുട്ടികൾക്ക് വേണ്ടി എടുത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. പൂർണ്ണമായും കുഞ്ഞു കുട്ടികളുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലുന്ന തരത്തിലുള്ള സിനിമ. ത്രൂ ഔട്ട് സിനിമ ആ ഒരു ടോൺ പിടിച്ച് തന്നെയാണ് പോകുന്നത്. ഒരു ഫാൻറ്റസി മൂവിയാണ്. അതായത് ഒരു പോർച്ചുഗീസ് നാടോടി കഥയാണ് സിനിമയുടെ ആസ്പദം. അങ്ങനെ തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ആദ്യ ഹാഫ് മികച്ച രീതിയിൽ തന്നെ പോകുന്നു. പ്രത്യേകിച്ച് ബോറടിക്കുന്ന രംഗങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ലെവലിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. സെക്കൻഡ് ഹാഫും സിനിമ അതേപോലെ തന്നെ നല്ല ലെവലിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഇത് ഒരിക്കൽ കൂടി എടുത്ത് പറയുകയാണ്, ഫാൻ എലിമെൻറ്റോടുകൂടി ഈ സിനിമയെ കാണാൻ നിൽക്കരുത്. അല്ലെങ്കിൽ ഇതിനകത്തിൽ മോഹൻലാൽ അങ്ങനെ ചെയ്തില്ലോ ഇങ്ങനെ ചെയ്തില്ലോ. ഇത് പൂർണ്ണമായിട്ടും കൊച്ചുങ്ങൾക്ക് അല്ലെങ്കിൽ വളരെ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ ആക്ഷൻ രംഗങ്ങൾ പോലും വളരെ സോഫ്റ്റ് രീതിയിലാണ്. മ്യൂസിക് ആണെങ്കിലും അതിമനോഹരമായിട്ട് തന്നെ നിൽക്കുന്നു. ഏറ്റവും ഹൈലൈറ്റായി നിൽക്കുന്നത് 3D തന്നെയാണ്. അതായത് സാധാരണഗതിയിൽ 2D സിനിമകൾ കണ്ട് കണ്ണിലേക്ക് വന്ന് കുത്തിക്കൊള്ളുന്ന സിനിമകൾ പോലെയല്ല, വളരെ സോഫ്റ്റായിട്ട് ഒരു പൂമ്പാറ്റയെ കാണുന്ന ഒരു ഭംഗിയോടെ കാണാൻ കഴിയുന്ന ഒരു സിനിമ എന്ന് തന്നെ പറയാം. പഴയ കഥപുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ കിട്ടുന്ന ലെവലിലുള്ള ഒരു ഫീല് തന്നെ നമുക്ക് കിട്ടുന്നു. ഇതിനതിൽ എല്ലാവരുടെയും പ്രകടനങ്ങൾ മികച്ച് തന്നെ നിൽക്കുകയാണ്. നമുക്കറിയാം ഈ ഒരു സിനിമ ഏത് റേഞ്ചിൽ വരെ എത്താൻ പറ്റും അതേ റേഞ്ചിലേക്ക് സിനിമ എത്തിയിട്ടുണ്ട്. പിന്നെ മോഹൻലാലിൻ്റെ ആദ്യ സംവിധാന സംരംഭം മനോഹരമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു ജോണർ അദ്ദേഹം പിടിച്ചത് പൂർണ്ണമായിട്ടും കുട്ടികളെ തന്നെ ഉദ്ദേശിച്ച് തന്നെയാണ്. അത് തുടക്കം മുതൽ നമുക്കറിയാവുന്ന കാര്യമാണ്. വമ്പൻ ബഡ്ജറ്റിൽ വന്ന ഈ ഒരു സിനിമ ഇന്ത്യ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തുള്ള കുഞ്ഞുങ്ങൾക്ക് പോലും വളരെയധികം ഇഷ്ടപ്പെടുന്ന ലെവലിലുള്ളതാണ്. ഇതിൻ്റെ വിഷ്വലൈസേഷൻ തന്നെയാണ് നമ്മളെ വല്ലാതെ അട്രാക്റ്റ് ചെയ്യുന്നത്. ഇത്ര മനോഹരമായി ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മലയാളം 3D അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ 3D സിനിമ നമ്മൾ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. പൂർണ്ണമായും 3Dയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഈ ഒരു സിനിമ കൊച്ചു കുട്ടികൾക്ക് ഉതകുന്ന ലെവലിൽ വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ അതിൻ്റെ ഓരോ സ്പേസിലും അല്ലെങ്കിൽ ഓരോ സ്ക്രീനുകളിലും ഓരോ ഷോട്ടുകളിലും നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത്. ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ചിരിക്കുന്നവരുടെ ഓരോ എഫേർട്ടുകൾ തന്നെയാണ്. അത് മികച്ച രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. സന്തോഷ് ശിവൻ്റെ ക്യാമറ വർക്ക് അതിമനോഹരമായിട്ട് തന്നെ നിൽക്കുന്നു. 2.5 മണിക്കൂറോളം നമ്മളെ ഒരു ഫാൻറ്റസി വേൾഡിലേക്ക് കൊണ്ടുപോകുന്നു. ഒരിക്കൽ കൂടി എടുത്തു പറയാം, ഒരിക്കലും ഒരു വലിയ ആളുടെ ഭാവത്തോടെ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ സിനിമ കാണുന്ന ലാഘവത്തോടെ പോകാൻ പാടില്ല. ഇതൊരു കൊച്ചു കുട്ടികൾക്ക് വേണ്ടി പോകുന്ന ഒരു ഭൂതത്തെ നമുക്കവിടെ കാണാം. നിധി കാക്കുന്ന ഭൂതത്തെ കാണാം. മലയാള സിനിമയുടെ നിധിയാണ് എന്നുള്ള കാര്യത്തിൽ ഉറപ്പിച്ചോളുക. അതുതന്നെയാണ് സിനിമയുടെ റിവ്യൂവും. ഒരു ആവറേജ് എബോവ് ആവറേജ് എന്നുള്ള ലെവലിലാണ് സിനിമയ്ക്ക് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു അഭിപ്രായം. എന്തായാലും ഒരു ഡീസൻറ്റ് സിനിമ തന്നെയാണ്. തീർച്ചയായും ഈ ഒരു ക്രിസ്മസ് കാലത്ത് ജനങ്ങൾക്ക് ഫാമിലിയോടും കുട്ടികളോടുമൊപ്പം കാണാൻ കഴിയുന്ന ഒരു നല്ല സിനിമ എന്നുള്ളത്. എടുത്തു പറയാൻ വലിയ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ചെയ്തിരിക്കുന്ന വർക്ക് മികച്ചതാണ്. 3Dയും മികച്ചതാണ്. തീർച്ചയായും നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി 2.5 മണിക്കൂർ കുഞ്ഞുങ്ങളുമായിട്ട് കാണുമ്പോൾ ധൈര്യമായിട്ട് രസകരമായിട്ട് നിങ്ങളല്ലാതായി സിനിമയിലേക്ക് കയറാൻ കഴിയും. എൻഗേജിങ് ആയിട്ട് സിനിമയ്ക്ക് കൊണ്ടുപോകാൻ കഴിയുന്നു. ചെറിയ നെഗറ്റീവ് സിനിമയ്ക്കുണ്ട്. നമുക്കറിയാം ഏത് സിനിമ വന്നാലും അതിനൊക്കെ ഉണ്ടാവും. ഇതിനകത്തിലെ സംഭാഷണങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇതിനൊരു ചെറിയ ഒരു നെഗറ്റിവിറ്റി കൊണ്ടുവന്നിരിക്കുന്നത്. ബാക്കി എല്ലാ തരത്തിലും ഈ സിനിമയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. മികച്ച രീതിയിൽ തന്നെയാണ് പോകുന്നത്. എന്തായാലും ഒരു എബോവ് ആവറേജ് എന്നുള്ള ലെവലിലേക്ക് നമുക്ക് സിനിമയെ കാണാം എന്നുള്ളത് തന്നെയാണ്. കാത്തിരിക്കാം. ഇതിനകത്തിൽ നെഗറ്റീവായി വരാനുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഫാൻ ബേസ്ഡ് സിനിമയെ സമീപനം എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ എതിരാളികളും അല്ലെങ്കിൽ ആരാധകരും എല്ലാം കാണുന്നത് ഒരേ നെഗറ്റിവിറ്റി തന്നെയായിരിക്കും. അവർ കാണുന്ന മോഹൻലാൽ സിനിമയുടെ രീതി ആണ് ആ ഒരു പ്രശ്നം. അല്ലാതെ നോക്കുകയാണെങ്കിൽ മികച്ച സിനിമ തന്നെയാണ്. നമ്മുടെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻസിലൂടെ രേഖപ്പെടുത്താം. ലാൽ സലാം.